പാലപ്പിള്ളിയിൽ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും ചാലക്കുടിയിലേക്കും നേരിട്ട് KSRTC ബസ് സർവീസ് ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ചിമ്മിനി വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പാലപ്പിള്ളിയുടെ സമീപ പ്രദേശങ്ങളിലുള്ള ആദിവാസി ഊരുകളിലുള്ളവർക്കും തോട്ടം തൊഴിലാളികൾക്കും നാട്ടുകാർക്കും ചികിത്സ ആവശ്യത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ നേരിട്ട് ബസ്സില്ലാത്തത് വലിയ യാത്രാക്ലേശമാണ് സൃഷ്ടിക്കുന്നത്. നിലവിൽ ആമ്പല്ലൂരിലോ തൃശ്ശൂരിലോ ഇറങ്ങി വീണ്ടും ബസ്സുകൾ മാറിക്കയറി യാത്ര തുടരേണ്ട ഗതികേടിലാണ് ഇവിടെയുള്ളവർ. രോഗത്തിൻ്റെ അവശതയുമായി യാത്ര ചെയ്യുന്നവരും കുട്ടികളും ഗർഭിണികളും പ്രായമായവരും ഇത്തരത്തിൽ ബസ്സുകൾ മാറിക്കയറി യാത്ര ചെയ്യേണ്ടതിനാൽ ഏറെ ക്ലേശിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഈ ബസ് ഇല്ലാത്തത് മൂലം ചിമ്മിനി ഡാം മേഖല മുതൽ ആദിവാസി മേഖലയും അതുപോലെ തോട്ടം തൊഴിലാളി മേഖലയും ചിമ്മിനി ഡാം തൊട്ട് ആമ്പല്ലൂർ വഴിയുള്ള ഇടവഴിയിലും ഉൾഗ്രാമത്തിലുള്ള ജനങ്ങൾക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോകാൻ വളരെയധികം കഷ്ടം അനുഭവിക്കുകയാണ്. രോഗികളായ ആൾക്കാർ ആമ്പല്ലൂർ വന്ന് മാറി കയറി അടുത്ത ബസ് പിടിച്ചിട്ട് വേണം മെഡിക്കൽ കോളേജിലെത്താൻ. ആദ്യം സുഗമമായിട്ട് ഈ ബസ് ഓടിക്കൊണ്ടിരുന്നപ്പോൾ സാധാരണക്കാർക്ക് വളരെയധികം സൗകര്യമായിരുന്നു. നവകേരള സദസ്സിലും അതുപോലെ തന്നെ പുതിയ മന്ത്രിയായിട്ട് വന്നിട്ടുള്ള ഗണേഷ് കുമാറിനും നിവേദനം നൽകിയിട്ടുണ്ട്. പ്രദേശവാസികളുടെ ഈ ആവശ്യം ചൂണ്ടിക്കാണിച്ച് മനുഷ്യാവകാശ പ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ നവകേരള സദസ്സിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ പരാതി ബന്ധപ്പെട്ട വകുപ്പിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന മറുപടി മാത്രമാണ് ലഭിച്ചത്. ഇപ്പോൾ ഈ ആവശ്യം ചൂണ്ടിക്കാണിച്ച് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനെ നേരിട്ട് ഇമെയിൽ വഴിയും കൂടാതെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്കും സുരേഷ് ചെമ്മനാടൻ പരാതി നൽകിയിട്ടുണ്ട്. ഉചിതമായ നടപടികൾ ഉണ്ടാവുകയാണെങ്കിൽ പാലപ്പിള്ളി മുതൽ ആമ്പല്ലൂർ വരെയുള്ള ഭാഗങ്ങളിലുള്ളവർക്കെല്ലാം തൃശൂർ മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്ര വലിയ ആശ്വാസകരമാകും. കൂടാതെ പാലപ്പിള്ളിയിൽ നിന്നും ചാലക്കുടിയിലേക്കും നേരിട്ട് KSRTC സർവീസ് ആരംഭിക്കണമെന്നുമാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ചിമ്മിനി പാലപ്പിള്ളി മേഖലയിൽ നിന്നും നേരിട്ട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും അതുപോലെ തന്നെ ചാലക്കുടിയിലേക്കും KSRTC സർവീസുകൾ ഉണ്ടാകണം എന്നാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്ന ആവശ്യം. ക്യാമറമാൻ ഗോവിന്ദനൊപ്പം ബൈജു ദേവസി, NCTV ന്യൂസ്.